അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ലോസ് സമയത്ത് ഒരുപാട് വെയിറ്റ് ലോസ് ഡ്രിങ്കുകളൊക്കെ തന്നെ ഫോളോ ചെയ്ത ആളുകളായിരിക്കാം. കാരണം നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാണ്, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് നമ്മുടെ വായ്ക്കും അതുപോലെ തന്നെ പല്ലിന് തൊണ്ടയ്ക്കും തകരാറുകളൊക്കെ സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഒരു ദിവസം 1-2 ടീസ്പൂൺ മാത്രമേ ACV യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് എടുത്ത് കഴിക്കാനൊന്നും പാടില്ല. ഡോക്ടറിനോട് നിങ്ങൾക്ക് ചോദിച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ലോസ് സമയത്ത് ഒരുപാട് വെയിറ്റ് ലോസ് ഡ്രിങ്കുകളൊക്കെ തന്നെ ഫോളോ ചെയ്ത ആളുകളായിരിക്കാം. അതിൽ ഞാൻ കുറേ പേഷ്യൻസ് ഒരു ഡോക്ടേഴ്സിൻ്റെ ഒന്നും നിർദ്ദേശമില്ലാതെ കഴിക്കുന്നൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കിന് യൂസ് ചെയ്യുന്നൊരു കാര്യം കണ്ടിട്ടുണ്ട്. ACV നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ആപ്പിൾ സിഡർ വിനെഗർ. ഇത് ഏത് രീതിയിലാണ് കഴിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ വന്നിട്ടുള്ള ആളുകളുണ്ട്. ഈ ഒരു ആപ്പിൾ സൈഡർ വിനെഗർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാണ്, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് എടുത്തു കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട്. വെയിറ്റ് ലോസ് സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളിപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ACV ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾനെസ് വയറിന് തരും. പെട്ടെന്ന് നമുക്കെന്തോ വയറിൽ കഴിച്ച ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് വെയിറ്റ് ലോസ് സമയത്ത് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് വെയിറ്റ് കുറയും, അല്ലെങ്കിൽ നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവും എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ലോസ് സമയത്ത് ACV ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ACV ഡയറക്റ്റായിട്ട് കഴിക്കാൻ പാടില്ല. ഇത് ഡയറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് നമ്മുടെ വായ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ തന്നെ പല്ലിന് പ്രശ്നങ്ങൾ വരും. അത് ഇറക്കി കഴിയുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്കും നമ്മുടെ ഈ മ്യൂക്കസ് മെംബ്രെയിനാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് വരുന്നത് മ്യൂക്കസ് മെംബ്രെയിനാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ തകരാറുകളൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മളത് ഡയല്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കഴിക്കണം. അപ്പോൾ നമുക്ക് ഒരു ദിവസം 1-2 ടീസ്പൂൺ മാത്രമേ ACV യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ അളവിൽ നിങ്ങളത് യൂസ് ആക്കരുത്. അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ACV മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ അത് കഴിക്കേണ്ടത് ബിഫോർ ഫുഡ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു മിഡ് മീൽ ടൈമിൽ നമുക്കത് എടുക്കാവുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ അത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ചില ആളുകൾ ഇത് രാത്രി കുടിക്കാറുണ്ട്. അതായത് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് രാത്രി ഇത് കുടിച്ചിട്ട് കിടക്കാറുണ്ട്. അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം. അപ്പം ACV എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ സാലഡ്സിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇപ്പോൾ സാലഡ്സൊക്കെ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് അധികം 1-2 ടീസ്പൂൺ ഒന്നും സാലഡ്സിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. കുറച്ച് തുള്ളികളായിട്ട് നിങ്ങൾ അതിൽ സ്പ്രെഡ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ അത് ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. സാലഡ്സ് കട്ട് ചെയ്തിട്ട് രാത്രിത്തെ ഒരു മീലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കഴിക്കാം. അപ്പോൾ ഡിന്നറിന് നിങ്ങളത് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അധികം വിശക്കില്ല, നല്ലൊരു ഡൈജഷൻ, അതായത് ഡൈജഷൻ സ്ലോ ആയിട്ട് നടക്കും. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ ആയിരിക്കും. ആ രീതിയിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ACV യൂസ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. അത് നിങ്ങൾ ഒരിക്കലും ഒരുപാട് എടുത്ത് കഴിക്കാനൊന്നും പാടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും അസുഖത്തിന് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് കുറയ്ക്കാനൊക്കെ ഒരു ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സമീപിച്ച ഡോക്ടറിനോട് നിങ്ങൾക്ക് ചോദിച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങളെന്ന് ഉദ്ദേശിച്ചത് ചില ആളുകളുണ്ട്, പെട്ടെന്ന് ഷുഗറൊക്കെ കുറഞ്ഞു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിതെടുത്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ കുറച്ച് ഷുഗർ ലെവലൊക്കെ കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ചില ആളുകളുണ്ട് ഷുഗർ വല്ലാണ്ട് കുറഞ്ഞ് വീണൊക്കെ പോകുന്ന ആളുകൾ. അപ്പം അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ACV പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ജീരകവെള്ളം നമുക്ക് എടുക്കാം. പിന്നെ ലെമൺ വാട്ടറും ഒരുപാട് ആളുകൾക്ക് ചേഞ്ചസ് വരുത്താറുണ്ട്. അപ്പോൾ ലെമൺ വാട്ടർ എടുക്കുന്ന സമയത്താണെങ്കിലും രാവിലെ അല്ലെങ്കിൽ വെറും വയറ്റിൽ എന്നുള്ളൊരു ശീലം അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ രാവിലെയൊക്കെ പെട്ടെന്ന് നമ്മൾ ലെമൺ വാട്ടർ എടുക്കുമ്പോൾ നമ്മളെ ഒരു അസിഡിറ്റി ചിലപ്പോൾ കൂടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അസിഡിറ്റി കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുളിച്ചതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്റ്റാർട്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യണം, ഒരു ആഫ്റ്റർ ഫുഡ് എടുത്താൽ മതി. ആഫ്റ്റർ ഫുഡ് കുറച്ച് നമ്മൾ ഗ്യാപ്പ് എടുത്തിട്ട് വെള്ളം കുടിക്കില്ലേ, അതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷം ഗ്യാപ്പ് എടുത്തിട്ട് വെള്ളം കുടിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു ലെമൺ വാട്ടർ എടുക്കുന്നത് നിങ്ങൾക്ക് വിശപ്പൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പലരും തന്നെ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് കഴിക്കുന്നതായിരിക്കാം ഗ്രീൻ ടീയും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ ആണെങ്കിലും നിങ്ങൾ മാസത്തിലൊരു 15 ദിവസം ഗ്രീൻ ടീ എടുക്കുക. ഇപ്പോൾ ഡെയിലി 1-2 നേരം ഗ്രീൻ ടീ എടുക്കുന്ന ആളുകളൊക്കെ ഒരു 15 days എടുത്താൽ മതി. ഗ്രീൻ ടീ മാത്രം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് വരില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ
ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഡയറ്റ് എടുക്കുകയും എക്സസൈസ് ചെയ്യുകയും എല്ലാം ചെയ്തതിൻ്റെ കൂടെ ഇത് ഫോക്കസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് ബ്ലാക്ക് കോഫി എടുക്കുന്നതും. പലർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് കോഫി വെയിറ്റ് ലോസിനെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും. പിന്നെ മാക്സിമം ജങ്ക് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, അരിയാഹാരം ഒക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരുമ്പം തന്നെ നിങ്ങൾക്ക് തന്നെ നല്ല മാറ്റം. കാരണം നിങ്ങളുടെ വയറ് തള്ളി നിന്ന് ആ ഷർട്ടൊക്കെ കുടുങ്ങുന്ന ഒരു സ്റ്റേജ് നമ്മളൊരു പെട്ടെന്നൊരു ഡയറ്റ് എടുത്ത് ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു വീർപ്പുമുട്ടലുണ്ട് ചില ആളുകൾക്ക്, വെയിറ്റ് കൂടിയിട്ട് വയറൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പം ഈ ഡയറ്റൊക്കെ എടുത്ത് ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു റിലീഫ് കിട്ടിയിട്ട് അതൊന്ന് കുറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചേഞ്ചസ് വന്നിട്ട് നിങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോകാറുണ്ട്. അതൊന്നും ചെയ്യരുത്. 1 മാസം ഡയറ്റ് എടുക്കുമ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കുള്ളൂ. 1 മാസത്തിൽ നല്ലൊരു വെയിറ്റ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വീണ്ടും ഫോളോ ചെയ്യാൻ തോന്നും. നിങ്ങളുടെ ബോഡിക്ക് കുറച്ചും കൂടി ഒരു സുഖം കിട്ടും. പലരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഡോക്ടറെ ഡയറ്റ് എടുത്തിട്ട് എൻ്റെ ബോഡിയിൽ വലിയൊരു ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ടില്ലെങ്കിലും പക്ഷേ എനിക്ക് നല്ലൊരു സുഖം ഉണ്ടായി. ഇത് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ അവർക്ക് അധികം എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ആളുകൾ ഡയറ്റ് എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും ബോഡിയിൽ വരില്ലെങ്കിലും അവർക്ക് നല്ലൊരു സുഖം, ഒരു ബോഡി ഒന്ന് ഒതുങ്ങിയ പോലെ, അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു ഫിറ്റായ പോലെ അങ്ങനെ തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾ ഇപ്പോൾ യങ് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളൊക്കെയാണ്, ഇപ്പോൾ യങ്ങർ ഒരു ഏജിൽ ഡയബറ്റീസ് ഒക്കെ വന്ന് നിൽക്കുന്ന ആളുകൾ ഡയറ്റൊക്കെ എടുക്കുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് ആ ഡയബറ്റീസ് തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ഒരു മെഡിസിൻ ഇല്ലാതെ ഡയബറ്റീസ് തന്നെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റ് എപ്പോഴും എന്തായിരിക്കണം, പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെയാണ് എക്സസൈസിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, എക്സസൈസും പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ഡയറ്റ് എടുക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പം ACV എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം കഴിക്കുക. കാപ്സ് ഒക്കെ ആ സമയത്ത് ലിമിറ്റഡ് ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ലെമൺ വാട്ടർ ആയിക്കോട്ടെ, ഗ്രീൻ ടീ ആയിക്കോട്ടെ, എല്ലാം തന്നെ ഒറ്റയ്ക്ക് എടുത്താൽ എക്സസൈസ് ഒന്നും ഇല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ വലിയ ചേഞ്ചസ് ഒന്നും വരില്ല. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡയറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.